എല്ലാവർക്കും വീണ്ടും ഇൻവെർട്ടർ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ഇൻവെർട്ടർ സർവീസിംഗ് ആൻഡ് റിപ്പയറിംഗിന്റെ 2 ഭാഗങ്ങളാണ് നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഭാഗമാണ് HT സെക്ഷൻ 1 and 2. അടുത്ത ഒരു പ്രധാന ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പ്രോഗ്രാം സൈഡാണ്. അപ്പോൾ ഈ പ്രോഗ്രാം സൈഡ്, അതായത് നമ്മുടെ ടെക്നോളജി ഫംഗ്ഷൻ ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രോഗ്രാം സൈഡ് മെയിൻ സെക്ഷൻ, അതിൽ തന്നെ മൈക്രോ കൺട്രോളർ, ഓസിലേറ്റർ ക്രിസ്റ്റൽ, സെലക്ഷൻ സ്വിച്ച്, 2 LCD ആൻഡ് LED, 6 പിൻ കണക്ടർ, ബസർ സെക്ഷൻ, ബാറ്ററി സെലക്ഷൻ റെസിസ്റ്റർ, SLR കണക്ഷൻ, അങ്ങനെ നിരവധി ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പ്രോഗ്രാം സൈഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ പ്രോഗ്രാം സൈഡ് ഏതാണെന്നുള്ളത് വളരെ എളുപ്പത്തിലൊന്ന് ഓടിച്ചു നോക്കാം. ഈ ഒരു ബോർഡിന്റെ ഈ ഒരു വശത്താണ് ഇതിന്റെ പ്രോഗ്രാം സെക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം സെക്ഷൻ വരുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ HT2 താഴോട്ടുള്ള ഭാഗം മാത്രമാണ് പ്രോഗ്രാം സെക്ഷൻ. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇതിൽ ഞാൻ ഈ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് ഇവിടെ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന റെഗുലേറ്റർ ICയുടെ ഈ നേരെ കാണുന്ന ഇത്രയും ഭാഗമാണ് ഇതിന്റെ മെയിൻ പ്രോഗ്രാം സെക്ഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന ബോർഡാണ് നമ്മൾ പ്യൂർ സൈൻ വേവ് ബോർഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ പ്രോഗ്രാം മാത്രം ഫംഗ്ഷൻ ചെയ്യാനുള്ള കുറച്ച് സെക്ഷൻ ആയിട്ടുള്ള സർക്യൂട്ട് ഇത്രയും ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ ഈ ബോർഡ് അസംബിൾ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം സെക്ഷൻ മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു ബോർഡിന്റെ ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ ഇതിൽ അസംബിൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതിന്റെ പ്രോഗ്രാം സൈഡ് മാത്രം അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സൈഡിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാന ഭാഗമായ മൈക്രോ കൺട്രോളർ, അതിന്റെ കൂടെ വരുന്ന ഒരു 40 റെസിസ്റ്ററുകളാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ 104ന്റെ ഹെവി ഡ്യൂട്ടി കപ്പാസിറ്റർ ഉണ്ട്, 15 PFന്റെ 2 കപ്പാസിറ്റർ ഉണ്ട്, ഓസിലേറ്റർ ക്രിസ്റ്റൽ ഉണ്ട്, അതേപോലെ NTC സെൻസർ ഉണ്ട്. പിന്നെ ഇതിൽ ഒരു 47ന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. അതേപോലെ റെഗുലേറ്റർ IC ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 2 ഫിൽറ്ററിംഗ് കപ്പാസിറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 5 വോൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഗുലേറ്റർ ICയുടെ ഭാഗം പ്രോഗ്രാം സെക്ഷനിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കുന്നത് 12 വോൾട്ട് ആയതുകൊണ്ടാണ് ഈ 5 വോൾട്ടിൻ്റെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ബോർഡ് സാധാരണ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ ഈ ഇത്രയും ഭാഗം മതി ഇതിന്റെ പ്രോഗ്രാം സെക്ഷനും സെറ്റപ്പ് സെക്ഷനും എല്ലാം ഫംഗ്ഷൻ ചെയ്യുവാൻ. കാരണം ഈ ഒരു ചെറിയ ഭാഗത്തു കൂടിയാണ് ഇതിന്റെ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു ഫുൾ അസംബിൾഡ് ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ അസംബിൾഡ് ബോർഡ് എല്ലാം തികഞ്ഞിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ എല്ലാം തികഞ്ഞിട്ടുള്ള HT സെക്ഷൻ, പ്രോഗ്രാം സെക്ഷൻ, ഡ്രൈവ് സെക്ഷൻ, അതുപോലെ മോസ്ഫെറ്റ് സൈഡുകൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ബോർഡിന്റെ മെയിൻ ഭാഗമായ പ്രോഗ്രാം സെക്ഷനാണ് നമ്മൾ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ലൈനാണ് ഈ വലിയ മോസ്ഫെറ്റിന്റെ ഈ സ്ക്രൂ കാണുന്നത്. അതേപോലെ ഇവിടെ കാണുന്ന വലിയ സ്ക്രൂ, തടിച്ച സ്ക്രൂ ആണ് നെഗറ്റീവ് പോൾ വരുന്നത്. അപ്പോൾ ഈ വലിയ ഹീറ്റ് സിങ്ക് വരുന്നതുകൊണ്ട് നമുക്കിവിടെ സ്ക്രൂവിന്റെ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് മോസ്ഫെറ്റിലോട്ടാണ് പോസിറ്റീവ് വയർ കൊടുക്കുന്നത്. ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം ഭാഗം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇതിന്റെ പ്രധാന ഭാഗമായ മൈക്രോ കൺട്രോളർ ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഈ PCB അസംബിൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം സെക്ഷനിൽ IC ഇല്ലാത്ത ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ ബോർഡിലോട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈ 12 വോൾട്ടാണ്, അതായത് ഒരു ടെസ്റ്റിംഗ് ബാറ്ററിയാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ അതിൻ്റെ വോൾട്ടേജ് നോക്കാം. ഇവിടെ നെഗറ്റീവ്, അതേപോലെ ഇവിടെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്നത് 12.4 വോൾട്ടാണ് നമ്മളിവിടെ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇനി 12 വോൾട്ട് നമ്മൾ സപ്ലൈ ഇവിടെ കൊടുക്കുമ്പോൾ ഈ പ്രോഗ്രാം സെക്ഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി 2 വോൾട്ടാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 2 വോൾട്ട് വരുന്നത് ഒരെണ്ണം ഈ പ്രോഗ്രാം സെക്ഷനിൽ ഈ റിലേ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 12 വോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ ഈ റെഗുലേറ്റർ IC 5 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും സെൻസ് ചെയ്യാനും വേണ്ടി ഒരു റെസിസ്റ്റർ ഇട്ടിട്ടാണ് ഇവിടെ 12 വോൾട്ട് ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 12 വോൾട്ട് വന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് 5 വോൾട്ട് ആണ്. 5 വോൾട്ടിലാണ് ഈ കാണുന്ന സെക്ഷൻ മുഴുവനും വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന സെക്ഷൻ LCDയോ LED അതേപോലെ
മൈക്രോ കൺട്രോളർ, സ്വിച്ചിങ് സെക്ഷൻ, ഇതൊക്കെ ഈ 5 വോൾട്ട് വഴിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെഗുലേറ്റർ IC കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 വോൾട്ട് ഡയറക്റ്റ് വരികയും നമ്മുടെ മൈക്രോ കൺട്രോളറായ പ്രധാന ഭാഗം ഡാമേജ് ആകുവാൻ സാധ്യതയുണ്ട്. പൊതുവെ അങ്ങനെ വരാറില്ലെങ്കിലും നമ്മൾ ഇട്ടിരിക്കുന്ന IC 5 വോൾട്ടിൻ്റെ ആണെന്നത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു ഫുൾ ബോർഡ് അസംബിൾ ചെയ്തെടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഫുൾ ബോർഡ് അസംബിൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാം സെക്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ പ്രോഗ്രാം സെക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ICകളൊന്നും ഇടരുത്. ഇതിൽ സപ്ലൈ കൊടുത്ത് എല്ലാം ഓക്കെ ആണെന്ന് നോക്കുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അസംബിൾ ചെയ്ത ശേഷം ഇതിൻ്റെ ബോർഡിൽ വരുന്ന എല്ലാ കമ്പോണൻസും കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. പ്രധാനമായിട്ടും ഡയോഡുകൾ, കപ്പാസിറ്ററുകൾ, പിന്നെ വലിയ റെസിസ്റ്ററുകളൊക്കെ കൃത്യമാണെന്നുള്ളത് നോക്കുക. അതേപോലെ ഡയോഡിന്റെ പൊസിഷൻ, കപ്പാസിറ്ററിന്റെ പൊസിഷൻ എല്ലാം കൃത്യമാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 12 വോൾട്ട് സപ്ലൈ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ കൺട്രോളറിൽ വരുന്ന വോൾട്ടേജ് കൃത്യമായിട്ടൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഈ മൈക്രോ കൺട്രോളറിൽ വരുന്ന 5 വോൾട്ട് ആണെങ്കിൽ ഇവിടെ LCDയിലും 5 വോൾട്ട് ആയിരിക്കുള്ളൂ. നമുക്ക് ഈ ICയുടെ ഒന്നാമത്തെ പിന്നിലാണ് 5 വോൾട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങളിത് ബോർഡ് അസംബിൾ ചെയ്താലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ റിപ്പയറിംഗ് സെക്ഷനിൽ ഇതേപോലത്തെ ഒരു ബോർഡാണെങ്കിൽ ആ ബോർഡ് ടോട്ടലി റോങ് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ വോൾട്ടേജ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതാണ്. ഇതിൽ പ്രവർത്തിക്കേണ്ട വോൾട്ടിന്റെ ഒരു ചെറിയൊരു ചാർട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം പറയുകയാണ്. എന്നിരുന്നാലും ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് സപ്ലൈ കൊടുത്ത ശേഷം IC ഒന്നും ഇടാതെ തന്നെ നമുക്ക് ഈ ICയുടെ വോൾട്ടേജ് നോക്കാം. ഒന്നാമത്തെ പിന്നിൽ 5 വോൾട്ടാണ് വരേണ്ടത്. അതേപോലെ അഞ്ചാമത്തെ പിന്ന് 1, 2, 3, 4 അഞ്ചാമത്തെ പിന്നിലും 5 വോൾട്ട്. അതേപോലെ 13ാമത്തെ പിന്ന് അവിടെയും 5 വോൾട്ടാണ്. 14ാമത്തെ പിന്ന് 4.5 വോൾട്ട്. അതേപോലെ 15, 16ാമത്തെ പിന്നിൽ 5 വോൾട്ട്. 17, 18, 19, 20 5 വോൾട്ട്. പിന്നെ വരുന്നത് 28ാമത്തെ പിന്ന്. അപ്പോൾ ഇത്രയും ഭാഗത്ത് 5 വോൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെ 5 വോൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഈ മൈക്രോ കൺട്രോളർ ഇടാൻ പാടുള്ളൂ. കാരണം വളരെ വില കൊടുത്ത് വാങ്ങുന്ന ഒരു IC ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇനി ഈ ഒരു ഭാഗമാണ് LCD അല്ലെങ്കിൽ LEDയിലോട്ട് പോകുന്നത്. അതിൽ നമുക്ക് 5 വോൾട്ട് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഈ സെക്ഷനിലും 5 വോൾട്ട് ഓക്കെ ആണ്. ഇനി നമുക്ക് മൈക്രോ കൺട്രോളർ ഈ ബോർഡിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. വളരെയധികം സൂക്ഷിച്ച് വേണം ഈ ഇത്രയും വലിയ അല്ലെങ്കിൽ 28 ലെഗിന്റെ IC ഇടുവാനായിട്ട്. ലെഗ് ഒടിഞ്ഞു പോവുകയോ വളഞ്ഞു പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിടുക. ഇനി നമുക്കിതിലൊരു LCDയും കൂടി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ LCD കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 വോൾട്ട് ഇതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് LCD കൊടുക്കാം. അതല്ല ഇനിയിപ്പോൾ 5 വോൾട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ IC ഇടാതെ LCD കൊടുക്കാം. LCD കൊടുക്കുമ്പോൾ ഇവിടുത്തെ 16 ക്യാരക്ടർ ഇവിടെ ഓക്കെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ സപ്ലൈ ഒന്ന് കൊടുക്കാം. ഇപ്പോൾ സപ്ലൈ കൊടുത്തപ്പോൾ ഇവിടെ പ്രോഗ്രാം റൺ ചെയ്ത് വരുന്നുണ്ട്. സിസ്റ്റം നോട്ട് റെഡി, ബാറ്ററി വോൾട്ട്, AC ഇന്ന്, മെയിൻ ചാർജ് ഓഫ്, ഹീറ്റ്, ലോഗോ നെയിം. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാം സെക്ഷൻ ഓക്കെ ആണെങ്കിൽ ഈ LCDയിൽ പ്രോഗ്രാമിലുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ ലഭ്യമാവുന്നതാണ്. ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതിന്റെ മെയിൻ പ്രോഗ്രാം സെക്ഷൻ. ഈ മെയിൻ പ്രോഗ്രാം സെക്ഷനാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കാലിബ്രേഷനിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് കാലിബ്രേഷൻ സ്വിച്ച്. ഇത് നമ്മൾ ബ്ലാങ്ക് PCBയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു ബ്ലാങ്ക് PCBയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്വിച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോ സ്വിച്ച് അല്ല, ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള സ്വിച്ച്, പുഷ് ഓൺ സ്വിച്ച് ആണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും, കൈ വിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവുന്ന ക്വാളിറ്റി ഉള്ള സ്വിച്ച് ആണ്. ഇതേപോലെ റിപ്പയറിങ്ങോ സർവീസിങ്ങിനൊക്കെ ആണെങ്കിൽ ഇതേപോലെ ക്വാളിറ്റി ഉള്ള ഒരു കാലിബ്രേഷൻ സ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ചെറിയ മൈക്രോ സ്വിച്ച് ആണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡാമേജ് വരും. പിന്നെ നമ്മൾ വീണ്ടും സ്വിച്ചൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ലത് ഇതേപോലെയുള്ള ക്വാളിറ്റിയുള്ള സ്വിച്ച് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ സർക്യൂട്ടൊക്കെ നമ്മൾ ഈ ബോർഡ് അസംബിൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ കാലിബ്രേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അപ്പോൾ ഈ ഒരു സ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് 2 വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. മൈക്രോ സ്വിച്ചും ഇതേപോലെ ക്വാളിറ്റിയുള്ള സ്വിച്ചും ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർക്യൂട്ട് നോക്കി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് 5 പിൻ വയറാണ്. 5 പിൻ വയറിൽ നമുക്ക് ആകെ ആവശ്യമുള്ളത് 4 വയറാണ്. അപ്പോൾ അത് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കാലിബ്രേഷൻ സ്വിച്ച് ഇതിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെറ്റപ്പിലൊന്ന് കയറാം. ഇപ്പോൾ ഇവിടെ എൻ്റർ സെറ്റപ്പ് വന്നിട്ടുണ്ട്, വെർഷൻ വന്നിട്ടുണ്ട്. അടുത്തത് കാലിബ്രേഷൻ ആണ്. അപ്പോൾ ഈ കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൻ്റെ പ്രധാന ഭാഗമാണ് കാലിബ്രേഷൻ. പൊതുവെ എല്ലാവരും പറയുന്നത് കാലിബ്രേഷൻ എന്നാണ്.
പക്ഷേ ഇതിൽ കാലിബ്രേഷൻ മാത്രമല്ല, കൂടാതെ 3 സെറ്റപ്പുകൾ കൂടി ഉണ്ട്. ഇതിൻ്റെ പ്രധാന ഭാഗം മാത്രമാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോർഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോർഡ് കാലിബ്രേറ്റ് ചെയ്യണം. അതേപോലെ ഇൻവെർട്ടർ അസംബിൾ ചെയ്താൽ ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ബാറ്ററി വോൾട്ട് മൾട്ടിമീറ്ററിൽ കാണുന്നത് എത്രയാണോ അത് ഈ LCD ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാലിബ്രേഷൻ. ഇനി നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് നോക്കാം. 12.3 വോൾട്ടാണ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത്. അത് തന്നെ നമുക്ക് ഇൻപുട്ട് കൊടുത്തതിലുണ്ടോ എന്ന് നോക്കാം. ഇൻപുട്ടിൽ 12.3 വോൾട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് വരുന്നത് AC ഔട്ടാണ്. അപ്പോൾ AC ഔട്ടെല്ലാം നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കാലിബ്രേഷനിൽ ഈ ബോർഡിൽ ചെയ്യാവുന്നത് ബാറ്ററി വോൾട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വരുന്നതെല്ലാം ചെയ്യാം. ഇൻവെർട്ടർ ലോഡ് ചെയ്യാം. അതേപോലെ AC ഇൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളാണെങ്കിൽ ചെയ്യാം. ചാർജിങ് ആംബിയർ അതും ഫുള്ളാണെങ്കിൽ ചെയ്യാം. പിന്നെ ഗോ ബാക്ക് ആണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോ ലോഡ് സെറ്റാണ്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. പിന്നെ വരുന്നത് ഓപ്ഷൻസ് ആണ്. അപ്പോൾ കാലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്നത് നോ ലോഡ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ സെറ്റപ്പുകളാണ്. ഇതെല്ലാം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് മൈക്രോ സ്വിച്ച് ആണ്. മൈക്രോ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലിബ്രേഷൻ സ്വിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയുള്ള ചെറിയ ബട്ടൺ സ്വിച്ചുകളുണ്ട്, അല്ലെങ്കിൽ പുഷ് ഓൺ സ്വിച്ചുകളുണ്ട്. ഇതിനെയാണ് മൈക്രോ സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് ഇത് പ്രസ് ചെയ്ത് കൈവിട്ട് കഴിഞ്ഞാൽ ഓൺ ആവും, പിന്നെ വീണ്ടും പ്രസ് ചെയ്ത് കൈവിട്ട് കഴിഞ്ഞാൽ ഓഫ് ആകും. ആ ഒരു മോഡാണ് ചോദിക്കുന്നത് മൈക്രോ സ്വിച്ച്. ഇപ്പോൾ ഇവിടെ N ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് S കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്വിച്ച് ആവും. അതല്ല നമ്മൾ നോർമലി സാധാരണ ഓൺ ഓഫ് സ്വിച്ച് ആണെങ്കിൽ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് LCD ആണ്. LCD ഇപ്പോൾ ഇതിൽ 2 ലൈനാണ് വന്നിരിക്കുന്നത്. 2 ലൈൻ ആയതുകൊണ്ട് 2 സെക്ഷൻ ഇതിൽ കാണാം. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള 4 ലൈൻ ഉണ്ട്. 4 ലൈൻ ആണെങ്കിൽ ഈ മെഡി ബോർഡ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് 4 ലൈനിൽ അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും ഒറ്റയടിക്ക് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ലൈൻ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തത് 2 സ്റ്റേജ് ചാർജിങ് സെക്ഷൻ ആണത്. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് വരുന്നത് 4 സ്റ്റേജിലുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒരെണ്ണം ചാർജിങ്ങും ഒരെണ്ണം ഓഫുമാണ് 2 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഓപ്ഷൻ വേണോ വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാം. ഇനി അടുത്തതായിട്ട് വരുന്നത് പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സിലാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ബാറ്ററി ലോ, അതായത് വാണിംഗ് വരുന്നത് എത്ര സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിൽ 10.3 ആണ് ഇതിൽ ഡിഫോൾട്ട് വരുന്നത്. അതാ നമുക്ക് കൂട്ടേ കുറയ്ക്കുകയാണെങ്കിൽ ചെയ്യാം. അടുത്തത് ബാറ്ററി 2 ലോ. 2 ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് ഓഫ് ആവുന്ന ഒരു പൊസിഷനാണ്. വാണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.2 3 വരുമ്പോഴത്തേക്കും ഓഫ് ആവും. കാരണം 10 വോൾട്ടിന്റെ താഴത്തോട്ട് പോകാതിരിക്കാൻ നമ്മളിവിടെ 10.1 ആണ് കൊടുത്തത്. അടുത്തതായിട്ട് വരുന്നത് ബാറ്ററി ഫുൾ T ആണ്. ചാർജിങ് മോഡാണ് ഇത്. ബാറ്ററി ഫുൾ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ട്യൂബുലർ ആണ്. അപ്പോൾ ട്യൂബുലറിന് ഒരു ചാർജിങ് മോഡുണ്ട്, അല്ലെങ്കിൽ ചാർജിങ് വോൾട്ട് ഉണ്ട്. അടുത്തത് ബാറ്ററി ഫുൾ A ആണ്. ഫുൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇതിന് ഓട്ടോമോട്ടീവ് ബാറ്ററി ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓട്ടോമോട്ടീവ് ബാറ്ററിക്ക് ചാർജിങ് വോൾട്ട് വേറെയാണ്. ഇനി അടുത്തത് ഇൻവെർട്ടർ വോൾട്ടാണ്. ഇൻവെർട്ടർ വോൾട്ട് നമുക്ക് ഇതിൽ ഡിഫോൾട്ട് വരുന്നത് 220 ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ചോയ്സിനനുസരിച്ച് ഇതിൽ വേണമെങ്കിൽ 1-2 വോൾട്ട് നമുക്ക് കൂട്ടേ കുറയ്ക്കേ വേണമെങ്കിൽ ചെയ്യാം. സാധാരണ ഞാൻ സെറ്റ് ചെയ്യുന്നത് 222. ആ ഒരു ഡിജിറ്റ് കാണാൻ നമുക്കൊരു ഭംഗിയുമുണ്ട്, വായിക്കാനൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 220 വെക്കുന്നത്. ഡിഫോൾട്ടായ 220 തന്നെയാണ് ഇതിലുള്ളത്. അടുത്തത് ഇൻവെർട്ടർ ലോഡാണ്. ഇൻവെർട്ടർ ലോഡ് എത്ര എണ്ണ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബോർഡ് 500 വാട്ട് ഡിഫോൾട്ടാണ് വരുന്നത്. നമുക്കിത് മാറ്റണമെങ്കിൽ മാറ്റാം. അടുത്തത് വരുന്ന ചാർജിങ് ആംബിയർ 8 ആംബിയർ ആണ്. ഈ ആംബിയർ നമുക്ക് ഇവിടെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം കാലിബ്രേഷനിൽ പോയിട്ട് ആംബിയർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വരുന്ന ഇൻവെർട്ടർ സ്റ്റാർട്ട് ആണ്. ഇത് സോളാർ ഓപ്ഷൻ ആണ്. ഇപ്പോൾ ഈ ഒരു മെഡിയുടെ ബോർഡിന്റെ തന്നെയായ ഒരു സോളാർ സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോൾ ബോർഡ് ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത്. എത്ര വോൾട്ടിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് സ്റ്റാർട്ട് അറ്റ് ഇത് 14 വോൾട്ട്. ഇപ്പോൾ സോളാറിൽ നിന്ന് ബാറ്ററി ഫുൾ ആവുന്നതിന് മുമ്പ് തന്നെ 14 വോൾട്ട് എത്തുമ്പോൾ തന്നെ നമുക്കിത് ഇന്ന് ലൈവ് മോഡിലോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അടുത്തത് സ്റ്റോപ്പ് അറ്റ്. ഇതൊരു റിസർവ് മോഡിലോട്ട് പോകാനാണ്. ഇപ്പോൾ എത്ര വോൾട്ടിൽ നമുക്കിത് സ്റ്റോപ്പ് ആകണം. 11 വോൾട്ടാണ് വെച്ചിരിക്കുന്നത്. ബാക്കി 1 വോൾട്ട് നമ്മൾ റിസർവ് മോഡായിട്ട് കരുതിയിട്ടുണ്ട്. KCBയുടെ കറണ്ട് പോകുമ്പോൾ ആ 1 വോൾട്ടും കൂടി നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. അതിന് വേണ്ടിയാണ് ആ റിസർവ് മോഡ് വെച്ചിരിക്കുന്നത്. അടുത്തത് ഫാക്ടറി സെറ്റിംഗ്സ് ആണ്. ഈ സെറ്റിംഗ്സ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സിലോട്ട് പോകാൻ വേണ്ടിയാണിത്. നമ്മൾ അതിലോട്ട് പോകുന്നില്ല, നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് ഗോബാക്ക് ആണ്. അപ്പോൾ പാരാമീറ്റേഴ്സ് കഴിഞ്ഞു. ഇനി വരുന്നത് ഡിസ്കാർഡ്. കാരണം ചെയ്ത സെറ്റിംഗ്സ് ഒന്നും വേണ്ടെങ്കിൽ ഡിസ്കാർഡ് ആണ്. ഡിസ്കാർഡ് കൊടുക്കാം. അതല്ലെങ്കിൽ
വേണമെങ്കിൽ ഡൺ കൊടുക്കാം. ഡൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഒന്നാമത്തെ കാലിബ്രേഷൻ വന്ന് രണ്ടാമത്തേതിൽ നോ ലോഡ്. ഇതിൽ നോ ലോഡ് സെറ്റ് ഓക്കെ അടിച്ച ശേഷം ആണ് നമ്മൾ ഇത് സേവ് ആക്കുന്നത്. അപ്പോൾ ഈ നോ ലോഡ് നമ്മൾ എല്ലാ സെറ്റിങ്സും ഓക്കെ ആണെങ്കിൽ മാത്രമേ നോ ലോഡ് അടിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു സെക്ഷൻ ചെയ്തിട്ട് നോ ലോഡ് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് പുറത്തോട്ട് കടന്ന് ഡൺ എന്ന് പറയുന്ന ഈ ചെയ്ത പ്രക്രിയയെല്ലാം ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടെക്നോളജി വരും. അതേപോലെ ഞാനിപ്പോൾ ഇത് ലൈഫ് PF4 ബാറ്ററിക്ക് വേണ്ടിയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന റോൾ ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും വരുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മൈക്രോ കൺട്രോളറിൻ്റെ എല്ലാ പിന്നിലുള്ള വോൾട്ടേജും കാര്യങ്ങളും, അതേപോലെ ഈ ഒരു സർക്യൂട്ട് അതിൻ്റെ ഡ്രോയിങ് ഒന്ന് നോക്കാം. നമുക്ക് ഈ മൈക്രോ കൺട്രോളറിന്റെ ഒരു ഡ്രോയിങ് ആണ് ഈ കാണുന്നത്. DSP PIC 30F2010 ഇൻ വർക്കിംഗ് ബോർഡ് വിത്ത് LCD. അപ്പോൾ നമ്മളിത് IC ഇട്ടിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ IC ഇട്ടിട്ട് നമുക്ക് ഈ പിന്നിൽ വരുന്ന വോൾട്ടേജ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ പിന്ന്, അഞ്ചാമത്തെ പിന്ന്, 13ാമത്തെ പിന്ന്, 16ാമത്തെ പിന്ന്, 28ാമത്തെ പിന്ന്, 17ാമത്തെ പിന്ന്, 20ാമത്തെ പിന്ന്, ഇത്രയും പിന്നുകളിൽ 5 വോൾട്ട് ആണ് വർക്കിംഗിൽ വരുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് 6ാമത്തെ പിന്നിൽ 1.1 വോൾട്ടും 7ാമത്തെ പിന്നിൽ 2.4 വോൾട്ടും 9ഉം 10ഉം പിന്നിൽ 2 വോൾട്ടും 14ാമത്തെ പിന്നിൽ 4.5 വോൾട്ടുമാണ് ഈ ഒരു ബോർഡ് ഓക്കെ ആയി വർക്ക് ചെയ്യുന്ന സെക്ഷനിലെ വോൾട്ടേജ് റേഞ്ച്. ഇനി നിങ്ങൾ മൈക്രോ കൺട്രോൾ ഒന്നും ഇടാതെയുള്ള ചെക്കിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വിത്തൗട്ട് LCD PIC IC 30F2010 IC ബേസിലുള്ള വോൾട്ടേജ് ആണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പോൾ IC ബേസിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിലുള്ള വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഈ ICകളൊക്കെ ഇടാൻ പാടുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന റെഗുലേറ്റർ ICയുടെ അടിഭാഗത്തെ പിന്നിൽ ചെറിയ ഷോർട്ടിങ് മതി IC എല്ലാം ഡാമേജ് ആയി പോകുന്നതാണ്. അതുമല്ല നമ്മൾ ഇട്ടിരിക്കുന്ന 7805 ഉണ്ട്, 7812 ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള നമ്പറുകളുണ്ട്. അത് വോൾട്ടേജ് ആണ്. ഇപ്പോൾ 12 വോൾട്ടിന് 12 വോൾട്ടിന്റെ IC തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 12 വോൾട്ട് വന്ന് നമ്മുടെ IC ഡാമേജ് ആയി പോകും. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യമായിട്ട് IC ഇടാതെ തന്നെ അതിന്റെ വോൾട്ടേജ് നോക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പിന്ന്, അഞ്ചാമത്തെ പിന്ന്, 16ാമത്തെ പിന്ന്, 13ാമത്തെ പിന്ന്, 20ാമത്തെ പിന്ന്, 28ാമത്തെ പിന്നിലാണ് IC ഇടാത്ത അവസ്ഥയിൽ 5 വോൾട്ട് വരേണ്ടത്. പിന്നെ 6ാമത്തെ പിന്നെ 1 വോൾട്ട്, 7ാമത്തെ പിന്നെ 2.5 വോൾട്ട്, 14ാമത്തെ പിന്നെ 4.5 വോൾട്ട്. ഇത്രയും ഓക്കെ ആണെങ്കിൽ മൈക്രോ കൺട്രോളർ IC ഇതിലോട്ട് ഇടാവുന്നതാണ്. ഇനി നമ്മൾ ICയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു ബോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഇത്രയും ഭാഗം മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സെയിം സർക്യൂട്ട് തന്നെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം സർക്യൂട്ടിൽ ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ പിന്നിലോട്ട് 6K8 റെസിസ്റ്റർ ഇട്ടിട്ടാണ് ഇവിടെ 5 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പിന്നിൽ നിന്നാണ് UPS മോഡ് സ്വിച്ച് 12K റെസിസ്റ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സെറ്റപ്പ് സ്വിച്ച് 22K റെസിസ്റ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാന സ്വിച്ച് ആയ ഇൻവെർട്ടർ സ്വിച്ച് 47K റെസിസ്റ്റർ ഇട്ടിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 ഫംഗ്ഷൻ ആണ് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ 6ാമത്തെ പിന്നിൽ NTC ആണ്, അതായത് ഹീറ്റ് സെൻസ് ചെയ്യുന്ന ആ NTC സെൻസറിന്റെ ഫംഗ്ഷൻ 6ാമത്തെ പിന്നിലാണ് ഇരിക്കുന്നത്. 6ാമത്തെ പിന്നിൽ നിന്നും 2 റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, 18Kയും 2K2യും. എന്നിട്ട് അതിൽ നിന്നാണ് NTCയുടെ അടുത്ത വയർ 5 വോൾട്ട് പോസിറ്റീവ് ആണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ പിന്നിൽ നിന്നും 2K2 റെസിസ്റ്റർ ഇട്ടിട്ട് അതിൽ നിന്നും ഒരു 10K റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്ത് ആ പോകുന്നത് എല്ലാം 3 to 4 മെയിൻസ് ബാറ്ററി സെൻസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാം 3 to 4ന്റെ 16ാമത്തെ പിന്നിലോട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ പിന്നിൽ നിന്നും 2K2 ഇട്ടിട്ട് ഒരു 10K ഗ്രൗണ്ട് ചെയ്തു. അതിൽ നിന്നും പിൻ നമ്പർ 9 എല്ലാം 3 to 4ലോട്ട് പോയിട്ടുണ്ട്. കൂടാതെ 4ാമത്തെ പിന്നിൽ നിന്നും 2K2 ഇട്ട് അതിൽ 10K ഗ്രൗണ്ട് ചെയ്ത് പിൻ നമ്പർ 8ലോട്ടും പോയിട്ടുണ്ട്. പിന്നെ 7ാമത്തെ പിന്നെ 6K8 ഇട്ടിട്ട് അതിൽ 4K7 ഇട്ട് 12 വോൾട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. 8ാമത്തെ പിന്നെ ഗ്രൗണ്ട് ആണ്. പിന്നെ ഇവിടെ ക്രിസ്റ്റലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 9ഉം 10ഉം ആണ് ക്രിസ്റ്റലിന്റെ ഫംഗ്ഷൻ വരുന്നത്. ആ ക്രിസ്റ്റലിന്റെ 2 പിന്നിലും 15 VF ഇട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 11ാമത്തെ പിന്നിലോട്ടാണ് ബസറിന്റെ ലൈൻ പോയിട്ടുള്ളത്. 12ാമത്തെ പിന്നിൽ കൂളിംഗ് ഫാന്റെ ലൈനും പോയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് റിലേയിലോട്ട് പോകുന്ന ഫംഗ്ഷൻ 15ാമത്തെ പിന്നിൽ നിന്നാണ് പോകുന്നത്. 16ാമത്തെ പിന്നും 17ാമത്തെ പിന്നും 16ാമത്തെ പിന്നെ ഷോർട്ട് സർക്യൂട്ട് IC ആയ എല്ലാം 311ലോട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാൻ LCDയിലോട്ട് പോയിരിക്കുന്ന 2 സെക്ഷനാണ്. അപ്പോൾ 2 LCD എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത് 22ഉം 21ഉം 470 ഓം റെസിസ്റ്റർ ഇട്ടിട്ടാണ് LCDയിലോട്ട് പോയിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് 23ഉം 24ഉം 25 ഇത്തരം പിന്നുകൾ ഡ്രൈവ് സെക്ഷനിലോട്ടാണ് പോയിരിക്കുന്നത്. ഡ്രൈവ് Aയും ഡ്രൈവ് Bയും ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളുള്ള വോൾട്ടേജും ഇതിന്റെ ഒരു ഡയഗ്രവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പ്രോഗ്രാം സൈഡാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷനിലാണ് നമ്മൾ ഈ പ്രോഗ്രാം സൈഡിലുള്ള ബസർ, അതേപോലെ റിലേ സ്വിച്ച്, LCD അതെല്ലാം ഓരോ പാർട്ടായിട്ട് നമ്മളിവിടെ
അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരും. അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട്, നിങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ ഭാഗമോ മൂന്നാമത്തെ ഭാഗമോ കാണുന്നെങ്കിൽ അതിന് മുമ്പത്തെ ഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.